ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന മക്കൾക്കും അതുപോലെ മടിയുള്ള എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ ഇത് നിറച്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇങ്ങനെ കുറച്ചെടുക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കിടുക. അത് വലിയ മെനക്കെടൊന്നും അല്ല കേട്ടോ, എളുപ്പമാണ് ചെയ്യാൻ. ഒരു സ്പൂൺ അളവിൽ അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് നല്ല വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്ന് വരും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് നിൽക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതങ്ങ് മുടിയിലേക്ക് വാരി തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുടീൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് മുടിയൊക്കെ നല്ലതുപോലെ വളരുള്ളൂ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഹെയർ കെയർ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് മുടി മൊത്തം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ തിരിച്ചെടുത്തത് ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ മെനക്കെട്ട് ചെയ്യുന്നും വേണ്ട. രാവിലെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, മുടിക്ക് നല്ല റിസൾട്ടാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. മുടി വളരാനും നല്ലതാണ്, മുടി വോയിസിൽ കുറയും ചെയ്യും, മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് കുറേ വീഡിയോ മിസ്സായി പോയി. ഞാനിത് ചെയ്ത സമയത്ത് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു, പക്ഷെ ചിലതൊക്കെ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയി കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്ത് വെക്കുന്നതാണ്. ചെറുപയർ പൊടി, അതുപോലെ തന്നെ ഉലുവി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് അളവിൽ ചെറുപയർ എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് നമ്മുടെ ഉലുവി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ രണ്ടും സെയിം അളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ കൂടിയാലും കുറഞ്ഞാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത് രണ്ടും നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ മുടിക്ക് മാത്രമല്ല നമ്മുടെ മുഖത്തും ഇത് അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാനും ഒരു സമയത്ത് ഈ ചെറുപയർ പൊടി നല്ലതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി നല്ലതായി തോന്നിയിട്ടുണ്ട്. ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും മുഖത്ത് നല്ല പ്രത്യേക ഒരു കളറും ആയിരിക്കും. അതുപോലെ തന്നെ കറുത്ത പാടുകൾ കുറയാനും മുഖം നല്ലതുപോലെ തിളങ്ങി നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ഒരു ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയിലിട്ട് വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ രാത്രി ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും അത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. നമുക്കറിയും ഈ ഉലുവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കരമായിട്ട് ഉലുവ അങ്ങ് തിക്കായി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി. ആ തിക്കായി വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സിയിൽ, ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പതപതഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചില സമയത്ത് നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഞാൻ ഈ വെള്ളം ഒഴിച്ച് നല്ല നീട്ടി അങ്ങ് കലക്കും. എന്നിട്ട് തുണിയിൽ അരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യും. സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് പൊടിയാണ്. ചിലതൊക്കെ സ്പ്രേ ബോട്ടിൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് തിക്കായി വരും. കുറച്ച് സമയം എടുക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തിക്കായി വരും. ഞാൻ പറഞ്ഞു, വീട്ടിലുള്ളവർക്ക് ഇത് ഒന്നും കൂടി മിക്സിയിൽ അരച്ചെടുത്ത് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, മുടി നന്നായിട്ട് കട്ടിയിൽ വളരും കേട്ടോ. കാരണം എൻ്റെ മുടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അത്യാവശ്യം നല്ലതുപോലെ മുടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വിട്ടിട്ട് മുടി മൊത്തം അങ്ങ് പോയി കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതുപോലെ സ്പ്രേ ബോട്ടിൽ കിട്ടും വാങ്ങിക്കാൻ. മുടീൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ വെള്ളം ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ, അത് ഒരുപാട് തിക്കാവാൻ നിൽക്കണ്ട. ജസ്റ്റ് വെള്ളം എടുത്ത് ഈ പൊടി അങ്ങ് കലക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. തുണിയിൽ നന്നായിട്ട് ആ മട്ട് കിട്ടുന്ന പോലെ അരിച്ചെടുക്കുക. എന്നിട്ട് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. മുടീൻ്റെ ഉള്ളിൽ അത് കറക്റ്റായിട്ട് നിൽക്കും. സമയം കിട്ടുമ്പോൾ കുളിച്ചാൽ മതി. ആ ഒരു എളുപ്പം കൂടി ഇതിനുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. ഇത് ഡെയിലി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. മുടിക്ക് നല്ല ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മുടീൻ്റെ കുറേ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് ഹെന്നയും ചെയ്യാറുണ്ട് കേട്ടോ. ഹെന്ന ചെയ്യുന്നതും നല്ലതാണ്. നമ്മൾ
നമ്മളൊരു മാസത്തിൽ 2-3 തവണയൊക്കെ വെച്ചിട്ട് ഹെന്ന ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലിൽ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക, വെള്ളമായിട്ട് തേച്ച് കൊടുക്കുക. അല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് തിക്കായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് നേരം, ഞാൻ പറഞ്ഞു കുറച്ച് നേരം നമ്മളത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് പതഞ്ഞ് തിക്കായിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് അത് അരച്ചെടുത്ത് അങ്ങ് തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ തലയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടിയിൽ ഒരുപാട് അത് വേസ്റ്റായിട്ട് നിൽക്കില്ല. കണ്ടോ, ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ കൈ കൊണ്ടൊക്കെ തേച്ചപ്പോഴാണെങ്കിൽ വല്ലാതൊന്നും എൻ്റെ മുടിയിൽ വേസ്റ്റായിട്ടൊന്നും നിൽക്കുന്നില്ല. കളയാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതാ മുടീൻ്റെ ഇപ്പോൾ ഞാൻ കുറച്ച് മുടി കട്ട് ചെയ്തു കേട്ടോ. അടിവശമൊക്കെ കുറച്ചങ്ങ് കട്ട് ചെയ്തു, ഇങ്ങനെ കോല് പോലെ നിന്നപ്പോൾ ഇച്ചിരി അങ്ങ് കട്ട് ചെയ്തു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, കാരണം മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ പാക്കൊക്കെ ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള മസാജൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയാലുള്ളൂ ആ ഒരു നഷ്ടപ്പെട്ട മുടി തിരിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഇതുപോലെ കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് രാവിലെ ആ എഴുന്നേറ്റ പാടങ്ങ് ഇതുപോലെ അങ്ങ് ചെയ്യും കേട്ടോ. കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.